കുഞ്ഞി, നിനക്കൊരു രാജകുമാരിയുടെ കഥ അറിയോ? അറിയില്ല. പണ്ട് പണ്ട് ഒരിടത്തൊരിടത്ത് ഒരു കൊട്ടാരത്തിൽ ഒരു രാജകുമാരി ഉണ്ടായിരുന്നു. ആ രാജകുമാരിയെ ഒരു ദിവസം ഒരു ദുഷ്ടനായ രാക്ഷസൻ തട്ടിക്കൊണ്ടുപോയി. ആരാ? അങ്ങ് ദൂരെ ദൂരെ മലകളുടെ മുകളിൽ കാട്ടിനുള്ളിൽ ഒരു വലിയ കോട്ടയുണ്ട്. കോട്ടയോ? ഒരു വലിയ വലിയ കോട്ടയോ? വലിയ കോട്ട. ആ കോട്ടയ്ക്കകത്ത് ഒരുപാട് വർഷങ്ങളായിട്ട് ഈ രാക്ഷസൻ ഇങ്ങനെ ജീവിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കും ഒരു ദിവസമാണ് നമ്മുടെ രാജകുമാരിയും തോഴിമാരും കാട്ടിൽ ടൂറിന് വന്നത്. കാട്ടുവഴിയിലൂടെ അവരൊക്കെ ഇങ്ങനെ സഞ്ചരിച്ച് കാട്ടിലെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുന്നതിനിടയിൽ പെട്ടെന്ന് ദൂരെ ഒരു കോട്ട കണ്ടു. അയ്യോ, ആ രാക്ഷസന്റെ കോട്ടയാണോ? യെസ്, ആ ക്രൂരനായ രാക്ഷസൻ്റെ കോട്ടയായിരുന്നു അത്. കോട്ട കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ രാജകുമാരിക്ക് ഒരാഗ്രഹം, കോട്ടയ്ക്കകത്തൊന്ന് പോയി നോക്കിയാലോ. പക്ഷേ തോഴിമാർ സമ്മതിച്ചില്ല. തോഴിമാർ പറഞ്ഞു, അയ്യോ അത് അപകടമാണ്, നമുക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. എന്നിട്ടെന്താവാനാ, രാജകുമാരി സമ്മതിച്ചില്ല. അവസാനം രാജകുമാരി ഒറ്റയ്ക്ക് ആ കോട്ടയിലേക്ക് നടന്ന് പോയി. അവിടെ ചെന്നപ്പോൾ ഒരു മനുഷ്യനെ പോലും കാണുന്നില്ല. വിജനമായ കോട്ടയാണ്. പഴകി ദ്രവിച്ച് അതിന് പില്ലേഴ്സൊക്കെ ഇങ്ങനെ ദ്രവിച്ച് വീഴാറായി പൊളിഞ്ഞു തുടങ്ങി കിടക്കുന്നു. രാജകുമാരി ഉണ്ടല്ലോ പതുക്കെ ആ സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് പോയി. അവിടെ എന്താ കണ്ടതെന്നറിയോ? എന്താ കണ്ടത്? എന്തായിരിക്കും? രാക്ഷസനായിരിക്കും. പെട്ടെന്ന് ഭീകരനായ രാക്ഷസൻ ചാടി വീണു. അയ്യോ! എന്നിട്ട് രാജകുമാരിയോട് പറഞ്ഞു, ഇത്രയും കാലമായിട്ടൊരു മനുഷ്യൻ പോലും കയറി വരാത്ത കോട്ടയാണ്, ആരാണ് നീ? രാജകുമാരി പേടിച്ചു വിറച്ചു. നമ്മുടെ രാക്ഷസൻ എന്ത് ചെയ്യുന്നറിയോ? രാജകുമാരിയെ പിടികൂടി ആ കോട്ടയുടെ ഒരു തടവറയിൽ തടവിലാക്കി. അയ്യോ, കഷ്ടമായി പോയല്ലോ. പക്ഷെ ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് ഒരാൾ കാണുന്നുണ്ടായിരുന്നു. ആരെന്നറിയോ? രാജകുമാരിയുടെ പ്രിയപ്പെട്ട തോഴി. ബാക്കി എല്ലാ തോഴിമാരും ഓടിപ്പോയപ്പോൾ ഒരു തോഴി മാത്രം രാജകുമാരിയുടെ പിന്നാലെ പതുക്കെ ചെന്നു. ദൂരെ നീ കാഴ്ച കണ്ട് പേടിച്ച് വിറച്ച ആ തോഴി എന്ത് ചെയ്യുന്നറിയാമോ? തിരിച്ച് കൊട്ടാരത്തിലേക്ക് ഓടി. എന്നിട്ടെന്താ, കൊട്ടാരത്തിൽ ചെന്ന തോഴി രാജാവിനോട് ഈ കാര്യം പറഞ്ഞു. രാജാവിന് വലിയ സങ്കടമായി. രാജാവ് എന്തെന്നറിയോ? എന്ത് ചെയ്തു? ഭടന്മാരെ കാട്ടിലേക്ക് അയച്ചു. ഭടന്മാർ കാട് മുഴുവൻ അലഞ്ഞു നടന്നു. എന്നിട്ടും അവർക്ക് ആ കോട്ട കണ്ടെത്താനായില്ല. അവരെല്ലാം നിരാശരായി തിരിച്ചു പോന്നു. അയ്യോ, പിന്നെന്തായി? രാജാവ് ഒരു വിളംബരം ചെയ്തു. വിളംബരം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എന്താ വിളംബരം എന്ന് പറഞ്ഞാൽ ഈ അനൗൺസ്മെന്റ് ചെയ്യത്തില്ലേ മൈക്കിലൂടെ? രാജകുമാരിയെ കണ്ടെത്തി കൊട്ടാരത്തിലെത്തിക്കുന്നവർക്ക് 100 പൊന്നാണയം സമ്മാനം. അങ്ങനെ വിളംബരം കേട്ട് ഒരുപാട് പേര് വന്നു. വീരന്മാരും ധീരന്മാരുമായ കുറേ പേര് വന്നു. ഇവരൊക്കെ കാട്ടിൽ കയറിയിട്ട് നമ്മുടെ ഭീകരനായ രാക്ഷസൻ്റെ കോട്ട അന്വേഷിച്ചു. ചില ആളുകളൊക്കെ കോട്ട കണ്ടെത്തി. അവിടെ ചെന്ന ആളുകളെയൊക്കെ നമ്മുടെ ഭീകരനായ രാക്ഷസൻ തോൽപ്പിച്ചോടിച്ചു. ഒടുവിൽ ഒരാൾ വന്നു. ആരാണയാൾ? വീരശൂര പരാക്രമിയായ സാംസൺ. സാംസണോ? അതാരാ? സാംസൺ ആ നാട്ടിലൊക്കെ പേര് കേട്ടൊരു യോദ്ധാവാണ് കേട്ടോ. വലിയ യുദ്ധങ്ങളൊക്കെ വരുമ്പോൾ ഈ രാജാക്കന്മാരെയൊക്കെ സഹായിക്കുന്ന ആളാണ് സാംസൺ. സാംസൺ ഒരു യുദ്ധത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ വിജയം ഉറപ്പാണ്. കൊള്ളാലോ. അങ്ങനെ സാംസൺ കാടിനുള്ളിലേക്ക് കയറി. തൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വാളും കൊണ്ടാണ് സാംസൺ പോയത്. അങ്ങനെ പോയി സാംസൺ ആ ഭീകരനായ രാക്ഷസൻ്റെ കോട്ട കണ്ടെത്തി. എന്നിട്ടെന്താ, സാംസണും ആ രാക്ഷസനും തമ്മിലൊരു പൊരിഞ്ഞ പോരാട്ടം തന്നെ നടന്നു.
ശക്തനായ രാക്ഷസനെ തോൽപ്പിക്കുന്ന അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല. പക്ഷേ